അപ്പോൾ ഇതിൽ ഒരു ഡൗട്ട് ചോദിച്ചാണ്, സാർ ചേഞ്ച് 108.33 ടു ഫ്രാക്ഷൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഇത് ഏകലവ്യ ബാച്ചിലെ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിന് വന്ന ഡൗട്ടാണ്. അപ്പോൾ ക്ലാസ് നന്നായിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ഓൾറെഡി പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ 108.33% നമുക്ക് എങ്ങനെ എഴുതാം? 100% അധികം 8.33%. അപ്പോൾ 100% ഓൾറെഡി ഞാൻ പഠിപ്പിച്ചാണ്. അതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ 1 ആണ്. അതെങ്ങനെ വരുന്നതെന്നും എല്ലാം ഓൾറെഡി പഠിപ്പിച്ചാണ്. 8.33% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ വാല്യൂ 1/12 ആണ്. ഇതെല്ലാം പഠിപ്പിച്ചാണ്. 100% 1 ആണ്, 50% 1/2 ആണ്, 33.33 1/3 ആണ്, 25% 1/4 ആണ്, 20% 1/5 ആണ്, 16.2/3% 1/6 ആണ്, 14.2/7% 1/7 ആണ്. അതെല്ലാം പഠിപ്പിച്ചാണ്. 12.5% 1/8 ആണ്, 11.11% 1/9 ആണ്, 10% 1/10 ആണ്, 9.09% 1/11 ആണ്, 8.33% 1/12 ആണ്. അതേ കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എഴുതുന്നത്. അപ്പോൾ 1 + 1/12 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? 13/12. 13/12 എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് 108.33 നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതി ചെയ്യുന്നവരുണ്ട്. അത് ആരാണ്? ഏറ്റവും തുടക്കം പഠിക്കുന്നവരാണ്. ഇത് കാണുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 100ഉം 8.33ഉം 1ഉം 1/12ഉം 13/12. ഇത് പേന എടുക്കാതെ തന്നെ 13/12 ആണെന്നുള്ള ആ ഒരു രീതി തന്നെ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച് സെറ്റാവണം. പിന്നെ ഇതിനെ മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ മാറ്റാം. എനിക്ക് വേണമെങ്കിൽ 50 + 58.33 എന്ന് എഴുതാം. അപ്പോൾ അതെല്ലാം ചെയ്ത് വരുമ്പോഴേ എന്ത് വരത്തുള്ളൂ? ഇങ്ങനെ വരത്തുള്ളൂ. അത് ഏറ്റവും എളുപ്പം എന്താണ്? 100 + 8.33 എന്ന് വരുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം കാണുമ്പോൾ എന്ത് ആയിക്കോളും? സെറ്റ് ആയിക്കോളും. ഓക്കെ.